നമസ്കാരം. മൂന്നാം മോദി സർക്കാർ അധികാരത്തിലെത്തിയതോടെ ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒന്നാണ് ഈ മാസം, അതായത് ജൂലൈ 23-ന് നിർമ്മലാ സീതാരാമൻ അവതരിപ്പിക്കുന്ന കേന്ദ്ര ബജറ്റ്. ഇന്ത്യയിലെ എല്ലാ ജനങ്ങളെയും ഉൾക്കൊണ്ടാണ് ഈ സമ്പൂർണ്ണ ബജറ്റ് എന്നായിരിക്കുമെന്നത് ഉറപ്പാണ്. യുവാക്കൾ, വനിതകൾ, കർഷകർ, ദരിദ്രർ എന്നിവർക്ക് ഈ ബഡ്ജറ്റ് ശക്തി പകരുമെന്നതിൽ സംശയമില്ല. സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും പ്രയോജനമാകുന്ന രീതിയിൽ വികസിത ഇന്ത്യക്ക് അടിത്തറപ്പാകുക എന്ന ലക്ഷ്യത്തിലാണ് പഞ്ചവത്സര കർമ്മ പദ്ധതിക്ക് തന്നെയാണ് ഈ ബഡ്ജറ്റ് രൂപം നൽകാൻ പോകുന്നത്. അതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം എന്നത്. 2047ഓടെ ഇന്ത്യ വികസിത രാജ്യമാകുമെന്ന് ഉറപ്പ് നരേന്ദ്രമോദി നേരത്തെ മുന്നോട്ട് വെച്ചതാണ്. അതുകൊണ്ട് തന്നെ അതിനുവേണ്ട പദ്ധതികളെല്ലാം ഈ ബഡ്ജറ്റിൽ ഉണ്ടാകുമെന്നത് ഉറപ്പാണ്. എല്ലാ മേഖലയും ഉൾക്കൊള്ളുന്ന സമഗ്ര വികസനമാണ് സർക്കാരിന്റെ മുന്നിലുള്ളതെന്നും 2047ഓടെ വികസിത ഭാരതം എന്ന ലക്ഷ്യത്തോടെയാണ് കേന്ദ്ര സർക്കാർ നിലവിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ ബജറ്റിൽ എന്തായാലും സാധാരണ ജനങ്ങൾക്ക് വേണ്ട എല്ലാ അടിസ്ഥാന ആവശ്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടാകും ഈ ബജറ്റ് എന്നത് വ്യക്തമാണ്. റോഡുകൾ, റെയിൽവേ, വിദ്യാഭ്യാസം, ആരോഗ്യമേഖല, ക്ഷേമ പെൻഷൻ ഉൾപ്പെടെ സർവ്വതിനും ഒരു പാക്കേജ് തന്നെ പ്രഖ്യാപിക്കാൻ സാധ്യത കാണുന്നുണ്ട്. കഴിഞ്ഞ 2 വർഷം പെട്രോൾ ഉൽപ്പന്നം, ഗ്യാസ് മുതലായവ GSTയിൽ ഉൾപ്പെടുത്താൻ നീക്കങ്ങൾ നടന്നിരുന്നു. പക്ഷേ കഴിഞ്ഞ 2 വർഷവും കേരളം ഉൾപ്പെടെ പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനം അതിന് സമ്മതിച്ചിരുന്നില്ല. അവരുടെ ആകെ നികുതി വരുമാനം എന്നത് പെട്രോൾ ആണ് എന്ന് പറഞ്ഞിട്ടാണ് അവർ അതിന് തടസ്സം നിന്നത്. അതുകൊണ്ട് തന്നെയാണ് കേന്ദ്ര ബജറ്റ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ധനമന്ത്രിയുടെ നേതൃത്വത്തിൽ GST കൗൺസിൽ ചേർന്നത്. പെട്രോൾ GSTയിൽ ഉൾപ്പെടുത്തിയാൽ കുറയും, അത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ സാധാരണക്കാരെ സംബന്ധിച്ച് വലിയ ആശ്വാസമാകുമെന്നതിൽ സംശയമില്ല. കാരണം ഇക്കാലത്ത് വിലകയറ്റം കൂടി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ പെട്രോള്, ഗ്യാസ് മുതലായവ GSTയിൽ ഉൾപ്പെടുത്തിയാൽ വില നന്നേ കുറയാനുള്ള സാധ്യത കൂടുതലാണ്. കഴിഞ്ഞ വർഷവും അതുപോലെ ഈ വർഷവും തടസ്സമായി നിൽക്കുന്നത് ബാലഗോപാൽ തന്നെയാണ്. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളെല്ലാം കേന്ദ്ര സർക്കാർ പറഞ്ഞതുപോലെ GSTയിൽ ഉൾപ്പെടുത്താൻ തയ്യാറാണെന്ന് അവർ തന്നെ വ്യക്തമായി പറഞ്ഞതാണ്. പക്ഷേ പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ മാത്രമാണ് ഒരു പ്രശ്നമായി ഇവിടെ നിൽക്കുന്നത്. മൂന്നാം മോദി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ മുതൽ പെട്രോൾ, CNG, ഗ്യാസ് ഉൾപ്പെടെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പോകുകയാണ് എന്ന് ആദ്യമേ പറഞ്ഞതാണ്. CNGയെ പ്രോത്സാഹിപ്പിക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം. അതുകൊണ്ട് തന്നെയാണ് CNG ഉൾപ്പെടുത്തിയ വാഹനങ്ങൾ നിരത്തിലിറങ്ങാൻ അവർ കൂടുതലായി തയ്യാറെടുക്കുന്നത്. പെട്രോൾ, CNG, ഗ്യാസ് ഉൾപ്പെടെ GSTയിൽ കൊണ്ടുവന്നാൽ എന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകുമെന്നത് ഒരു വിദഗ്ധ സമിതി തന്നെ ധനമന്ത്രിയുടെ നേതൃത്വത്തിൽ പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സുരേഷ് ഗോപി പെട്രോളിയം മന്ത്രിയായി ചുമതലയേറ്റ നാൾ മുതൽ GSTയിൽ കൊണ്ടുവരാനുള്ള നീക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ആദ്യ പടിയായാണ് CNG വാറ്റിൽ നിന്ന് GSTയിലേക്ക് മാറുമ്പോൾ തീർച്ചയായും സർക്കാരിന് കനത്ത പ്രഹരം ലഭിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. 4.5% വാറ്റാണ് CNGയിലുള്ളത്. ഇത് കുറയും. അതായത് 4.5 എന്നുള്ളത് കുറഞ്ഞ് 3, 2 അല്ലെങ്കിൽ 2.5 ആയി വരാനുള്ള സാധ്യതയുണ്ട്. ഈ ബജറ്റിൽ ചരിത്രപരമായ ചുവടുവെപ്പുകൾ ഉണ്ടാകുമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു പ്രഖ്യാപിച്ചതോടെ ബിസിനസ്, രാഷ്ട്രീയ, സാമൂഹ്യ മേഖലയിൽ വിദഗ്ധരെല്ലാം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ജനങ്ങളും വാനോളം പ്രതീക്ഷയോടെയാണ് കേന്ദ്ര ബജറ്റിനെ നോക്കിക്കാണുന്നത്.